തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കൊട്ടിയൂർ അമ്പലത്തിന് അടുത്ത KSRTC ബസ് വരുന്നുണ്ട്. അത് ഈ കാണുന്നൊക്കെ കൊട്ടിയൂരേക്കുള്ള ബസ്സുകളാണ്. പതുക്കെ പതുക്കെ സീറ്റുണ്ട്. ഒരാൾക്ക് 73 രൂപയായിട്ടാണ് വരുന്നത്. നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തെത്താനായി. കുളിച്ച് ഇനിയിപ്പോൾ ആണ് ഇവിടെയുള്ള ക്ലോക്ക് റൂം. മഴ എന്ന് വെച്ചാൽ ഗൈസ് ഇടിവെട്ട് അപ്പാണ് കേട്ടോ. മണ്ണാരമെഴുന്നള്ളാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. വരുന്ന എല്ലാ ഭക്തന്മാരും ഓരോ വീട്ടിൽ ഒരു ഓടൊപ്പം നിർബന്ധമായിട്ടും കൊണ്ടുപോകും. എല്ലാം ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്. കല്ലെട്ടി വകുപ്പ് ഇത് 120, ഇത് എത്ര? 150 അല്ലേ? ഇങ്ങനെയാണ് ഓടപ്പൂ നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറുന്നത്. അപ്പം ഞാനിതാ അക്കരെ കൊട്ടിയൂർ തൊഴിലിട്ട് ഇക്കരെ കൊട്ടിയൂർ തൊഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. ഞാനിന്ന് കൊട്ടിയൂരേക്ക് പോവാണ്. കൊട്ടിയൂർ ഇപ്പം വൈശാഖ മഹോത്സവം നടക്കുകയാണല്ലോ. അപ്പോൾ ഞാനിന്ന് ഫറോക്കിൽ നിന്ന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കൊട്ടിയൂർ പോകാൻ നോക്കാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഫറോക്ക്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 20 രൂപയായിട്ട് വരുന്നത്. ഞാൻ മെമു ട്രെയിനാണ് പോകുന്നത്. ഷൊർണൂരിൽ നിന്ന് കണ്ണൂർ വരെ പോകുന്ന ട്രെയിനാണ്. തലശ്ശേരിക്കാണ് ടിക്കറ്റ് എടുത്തത്. ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ 6:25 എത്തുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് കൊട്ടിയൂർ പോകാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ സബ്സ്ക്രൈബർ ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോട്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് ലഭിക്കുന്നതാണ്. प्लेटफॉर्म नंबर 2 पर आ रही है. നമ്മളെ ട്രെയിൻ ഇതാ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. From Shornur to Kannur Memo is just arriving on platform number 2. കുറേ കാലത്തിന് ശേഷം ഇമ്മത്തെ ട്രെയിനിൽ കയറുന്നത്. ഇതിൻ്റെ അടിയിൽ കാണില്ല മരത്തിൻ്റെ കഷ്ണം അല്ലേ? ഏതോ ഒരു പഴയ ട്രെയിനാണ് പോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് 8:20 ആയപ്പം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അത് ഏകദേശം ഒരു 750 മീറ്റർ മാറിയിട്ടാണ് തലശ്ശേരി ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് കൊട്ടിയൂരേക്ക് ബസ് കിട്ടുന്നതാണ്. ഫ്രണ്ടിൽ ഓട്ടോ ടാക്സി സർവീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്. ഗൈസ് നമ്മളിതാ തലശ്ശേരി എത്തിയപ്പോൾ മഴ ചാറാൻ തുടങ്ങിട്ടോ. മഴ അങ്ങനെ പൊടിയുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കൊട്ടിയൂരേക്ക് ഉണ്ട് കേട്ടോ. കുറേ പ്രായമായ ആൾക്കാരൊക്കെ ട്രെയിൻ ഇറങ്ങിയിട്ട് നടക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കൊട്ടിയൂർ പോകുന്നുള്ള. അപ്പോൾ ഗൈസ് നമ്മളിതാ നടന്ന് തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. കൊട്ടിയൂരേക്കുള്ള ഒരു ബസ് അതാ വരുന്നത്. നമ്മൾ ആ ബസ്സിന് പോകാനുള്ള പരിപാടിയാണ്. കയറി സീറ്റില്ലേ? ഗായ്സ് ആ ബസ്സിൽ സീറ്റില്ലായിരുന്നു. അപ്പം നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കൊട്ടിയൂർ അമ്പലത്തിന് അടുത്ത KSRTC ബസ് വരുന്നുണ്ട്. അതിൽ സീറ്റ് ഉണ്ടോ അറിയില്ല.
അതിലും സീറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് തലശ്ശേരി ബസ് സ്റ്റാൻഡ്. തലശ്ശേരി ബസ് സ്റ്റാൻഡിലത്തെ രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ വരുന്നോടെ തന്നെ കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള KSRTC ബസ് സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ കാണുന്നത് കൊട്ടിയൂരേക്കുള്ള സ്പെഷ്യൽ സർവീസാണ്. അതിൻ്റെ അപ്പുറത്തതാ പ്രൈവറ്റ് ബസ് കുറേ ഉണ്ട് കേട്ടോ കൊട്ടിയൂരേക്ക്. ഈ കാണുന്നൊക്കെ കൊട്ടിയൂരേക്കുള്ള ബസ്സുകളാണ്. അപ്പോൾ ഗൈസ്, ഒരു KSRTC ബസ് വരുന്നുണ്ട്. സ്പെഷ്യൽ സർവീസാണ് കേട്ടോ അതൊക്കെ. പതുക്കെ സീറ്റുണ്ട്. സാവധാനം കഴിക്കോ ശ്രീജ. 3 പേര് ഇങ്ങോട്ട് പോര്. ഇങ്ങോട്ട് പോര്. 3 ആളോട് ഇരിക്കാം. ഗൈസ്, നമ്മൾ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. സീറ്റിന് വേണ്ടി ഇവിടെ അടിയായിരുന്നു. ഗൈസ്, അപ്പുറത്തുള്ളത് കൊട്ടിയൂരേക്കുള്ള പ്രൈവറ്റ് ബസ്സാണ്. നമ്മൾ KSRTCക്കാണ് പോകുന്നത് സ്പെഷ്യൽ സർവീസിന്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊട്ടിയൂർ ക്ഷേത്ര സ്പെഷ്യൽ KSRTC. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. ഏകദേശം 1.5 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. അങ്ങനെ ഗൈസ്, നമ്മുടെ KSRTC ബസ് 8:45 ആയപ്പം തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ബസ്സിൽ എല്ലാവരും ഇരിക്കുകയാണ്, നിൽക്കുന്ന ആരുമില്ല. പക്ഷെ പുറത്ത് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സീറ്റില്ലാത്തതുകൊണ്ടാണ് ആരും ബസ്സിൽ കയറാത്തത്. ഇനി നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ പാലത്തിന് മുകളിൽ വന്ന് നിന്നാൽ മതി. കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന ബസ്സൊക്കെ ഈ പാലത്തിന് മുകളിൽ കൂടിയാണ് പോവാറ്. ഇത് ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 200 മീറ്റർ ഉള്ളൂ ഈ പാലത്തിലേക്ക്. കണ്ടില്ല, പ്രൈവറ്റ് ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 73 രൂപയായിട്ടാണ് വരുന്നത് തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂരേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് കൂത്തുപറമ്പ് എത്തിയിരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ട്. അപ്പം നമ്മുടെ ബസ് ഇപ്പോൾ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ വരിവരിയായിട്ട് ബസ് കയറുന്നു. കൂത്തുപറമ്പ് കഴിഞ്ഞപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കായിട്ട് കുറേ സ്ഥലങ്ങളിൽ അന്നദാനങ്ങൾ കൊടുക്കുന്നത് കാണാൻ സാധിച്ചു. അങ്ങനെ ഗൈസ്, നമ്മളിതാ കൊട്ടിയൂർ അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടി പോകാണ്ട് കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. ഇതാണ് കൊട്ടിയൂർ അങ്ങാടി. നീണ്ടു നോക്കി കൊട്ടിയൂർ, അതാണ് പേര്. നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തെത്താനായി. പക്ഷേ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട്
ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല ബ്ലോക്കാണ്. ഹെവി ബ്ലോക്കാണ് കേട്ടോ, ഹെവി ബ്ലോക്ക്. സമയം ഇപ്പം 10:30 1.25 മണിക്കൂർ എടുത്തിട്ടോ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂരെത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങളെ റോഡിൽ ഇറക്കി വിട്ടിക്കാണ്, ഫുള്ള് ബ്ലോക്കാണ്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എട്ട് 45 നമ്മൾ തലശ്ശേരിയിൽ നിന്ന് കയറിയതാണ്. ഇപ്പം 10:30. 1 മണിക്കൂർ 45 മിനിറ്റ് എടുത്ത് കൊട്ടിയൂരെത്താൻ വേണ്ടിയിട്ട്. ഫുള്ള് ബ്ലോക്കാണ്. നമ്മൾ വന്ന ബസ്സാണിത്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് കൊട്ടിയൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ KSRTC ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം കോഴിക്കോട് നിന്നും 93 രൂപ ഉണ്ടെങ്കിൽ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്ത് എത്താൻ സാധിക്കുന്നതാണ് കേട്ടോ. ട്രെയിനിന് 20 രൂപയാണ് വന്നിട്ടുള്ളത് തലശ്ശേരിക്ക്. തലശ്ശേരിയിൽ നിന്ന് കൊട്ടിയൂരേക്ക് 73 രൂപയാണ് KSRTC ബസ്സിന് വന്നിട്ടുള്ളത്. അപ്പോൾ 93 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊട്ടിയൂരെത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യുക. പിന്നെ ഇവിടെ ഇതുപോലത്തെ കുറേ ചായക്കടകളൊക്കെ ഉണ്ട്. പിന്നെ റോഡ് സൈഡിലൊക്കെ ഓടപ്പ് വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ സാധിക്കും. പിന്നെ ഈ KSRTC ബസ് സ്റ്റാൻഡ് സൈഡിൽ തന്നെ ആയിട്ട് പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ അക്കരെ കൊട്ടിയൂരേക്ക് പോവുകയാണ്. ബാവലിപ്പുഴയാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല ആൾക്കാരൊക്കെ മുങ്ങി കുളിക്കുന്നുണ്ട്. വലിയ ഒഴുക്കൊന്നുമില്ല. എല്ലാവരും കൊട്ടിയൂരേക്ക് പോകുന്നതിന് മുന്നേ ബാവലിപ്പുഴയിൽ കുളിച്ചിട്ട് എന്നിട്ട് കല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറിയൊക്കെ തൊട്ടിട്ടാട്ടോ പോവുക. നമ്മൾ കുളിച്ച് ഇനിയിപ്പോൾ അക്കരെ കൊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. ബാഗ്, കൊട, ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന ഇതാണ് ഇവിടെ ഉള്ള ക്ലോക്ക് റൂം. അപ്പോൾ ഗൈസ് നമ്മൾ ചെരുപ്പ്, ബാഗൊക്കെ അവിടെ വെച്ചിട്ട് അക്കരെ കൊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുഴയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ക്ലോക്ക് റൂം. ആ ക്യൂ നിൽക്കുന്നത് മണിത്തറയിലേക്കുള്ള ക്യൂ ആണ് കേട്ടോ. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈനുണ്ട്. നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത്. മഴയൊക്കെ പോയി നല്ല വെയിലാണ് കേട്ടോ. മഴ എന്ന് വെച്ചാൽ ഗൈസ് ഇടിവെട്ട് മഴ, ഒന്നും പറയാനില്ല. നല്ല വെയിലേലി പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയിട്ട് പെരുമഴ പെരുമഴ. ഒരു കൊട എടുക്കാതെ ഫുള്ള് നനഞ്ഞു കിട്ടോ. മഴ കൊണ്ട് നനഞ്ഞിടക്കുന്ന അവസ്ഥയാണല്ലേ.
ഗജരാജരത്നം പീച്ചിയിൽ രാജീവും വടുവാടി കാശിനാഥനായിരുന്നു ഇവിടെ തിടമ്പെടുക്കാനുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ പ്രസാദ കൗണ്ടർ കിട്ടോ. തിരുവപ്പത്തിന് 50, ആടിയ നെയ്യ് 40, നെയ്പായസം 100, 50 രൂപയുടെ അപ്പമാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന തിരുവപ്പം. ഇതാണ് കേട്ടോ അപ്പം. നെയ്യ് കൊണ്ടുണ്ടാക്കിയ കിഡിലൻ സാധനമാണ്. 40 രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആടിയ നെയ്യാണ് കേട്ടോ. ഇപ്പം കൊട്ടിയൂര് യാഗോത്സവത്തിൻ്റെ 2025 പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെയാണ് അതിൽ എഴുതിയത്. അല്ല, സ്ത്രീകൾക്ക് ജൂൺ 30 വരെയാണ് പ്രവേശനമുള്ളത്. പിന്നെ നിങ്ങൾക്ക് വഴിപാടുകളൊക്കെ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഈ അമ്പലത്തിൻ്റെ ഓരോ അവകാശികൾ കെട്ടിയുണ്ടാക്കുന്നതാണ് കേട്ടോ. ആണല്ലേ, ഓരോരുത്തരുടെ പേരോടെ എഴുതിയിട്ടുണ്ട്. കണക്കപ്പിള്ള, പൂവൻ നമ്പീശൻ, പാലോന്നം. എൻ്റെ പേര് ജയകൃഷ്ണൻ, ജയൻ മട്ടന്നൂരാണ്. മട്ടന്നൂർ സ്വദേശി. അനവധി വർഷങ്ങളായി കൊട്ടിയൂരിൽ ദേവസ്വത്തിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നത്. അനവധി വർഷം പറയുന്നില്ല, എത്ര വർഷമെന്ന് പറയാനില്ല. അനവധി വർഷങ്ങളായി സേവനം അനുഷ്ഠിച്ച് പെരുമാളിൻ്റെ കൃപ കൊണ്ട് അന്നും ഇന്നും ഒരേപോലെ സേവനം അനുഷ്ഠിക്കുന്നു. ഉത്സവത്തെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ നെയ്യാട്ടം മുതൽ കൽശാട്ട് വരെയാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത്. 28 ദിവസത്തെ ഉത്സവമാണ്. ഞങ്ങൾ പറഞ്ഞാൽ പ്രാക്കുളം കൊട്ടിയൂർ ദേവസ്വത്തിലെ ഉത്സവത്തിനെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പ്രാക്കുളം മുതൽ ബൃഹത്തോട് തോന്നിട്ട് നിൽക്കുകയാണ്. നീലവനത്തോളം മുതൽ ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ കൊട്ടിയൂരിൽ എത്തിച്ചേരും. അനവധി വർഷങ്ങളായി നെയ്യാട്ടം മുതൽ ഇവിടെ ഇക്കരെ ക്ഷേത്രത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു. മണ്ണാരം എഴുന്നള്ളത്തോളമാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളൂ. അതും മകന്നാൾ ഉച്ച വരെ. അതിനടുക്ക് ഇളനീമ്പുണ്ട്, ഇളനീരാട്ടമുണ്ട്. അതിനെല്ലാം അനവധി ഭക്തജനങ്ങൾ എത്താറുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തു നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ തന്നെ ഇവിടെ ഇപ്രാവശ്യം അനവധി ഭക്തന്മാർ എത്തി. ദിവസങ്ങൾ അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നും അടുത്ത വർഷങ്ങൾ ഇവിടെ അനവധി ആൾക്കാർ എത്തിച്ചേരും. അതിന് ദേവസ്വം അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഐതിഹ്യമെന്ന് പറഞ്ഞാൽ വനവാസങ്ങൾക്ക് ആദിവാസികൾ അമ്പെയ്ത് ചെയ്ത് രക്തങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. അന്ന് വനമേഖലയായ സമയത്ത് വേടൻ അമ്പെയ്ത് നിൽക്കുന്ന സമയത്ത് 4 വീട്ടുകാർക്ക് വിവരം അറിയിക്കുകയും അതുപോലെ തന്നെ തില്ലങ്കേരിയിലെ പടിഞ്ഞിരാമ്പൂരിക്ക് വിവരം അറിയിക്കുകയും അതുകൊണ്ട് ഇക്കര ക്ഷേത്രത്തിൽ ഒരു പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ഇക്കര ക്ഷേത്രത്തിൽ പൂവലയിൽ നീരൊഴിക്കുകയും ചെയ്തു. അതുപോരാഞ്ഞിട്ട് നെയ്യൊഴിക്കുകയും ചെയ്തു. അതും പോരാഞ്ഞിട്ട് ഇളനീർ അഭിഷേകം കൊണ്ടാണ് ചെയ്ത സമയത്താണ് രക്തം വാർന്ന് നിൽക്കുന്നത് അവസാനിച്ചതെന്ന് അറിയപ്പെടുന്നു. ഇവിടെ നാനാജാതികൾക്കും അവകാശങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ശിവനും പാർവതിയുമാണ്. ശിവൻ താണ്ഡവമാടുന്ന സമയത്ത് പാർവതി ദേവിയാണ്. ലക്ഷയാഗം നടന്ന ഭൂമിയാണ്. ആ യാഗഭൂമിൻ്റെ യാഗോത്സവം എന്ന് പറയപ്പെടുന്ന ഈ കൊട്ടിയൂരിൽ നടക്കുന്നത്. എന്നും ഇവിടുത്തെ ഉത്സവം സമാപിക്കുന്നതില്ല. അനവധി ദിവസം ഓരോ കൊല്ലവും അവസാനിക്കുന്നതോറും അതിൻ്റെ ചെറിയ പൂജകൾ ബാക്കി വെച്ചുകൊണ്ട് പിറ്റേത്തെ വർഷം അതുതൊട്ട് ആരംഭിക്കുകയാണ്. ദക്ഷൻ്റെ യാഗം കാണാൻ വേണ്ടി പാർവതി ദേവി ഇവിടെ വരികയും അതിന് യാഗത്തിൽ സതീദേവി വരികയും സതീദേവിയെ അപമാനിക്കുകയും ചെയ്ത കാരണത്താൽ അഗ്നിയിൽ ചാടുകയും നിജമായ പാർവതി ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. പാർവതി ദേവിയാണ് ഇവിടെ എഴുന്നള്ളത്തിലും ശിവയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതിന് പിന്നാലെയാണ് ശിവൻ്റെ താണ്ഡവം കോപമായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഉത്സവത്തിന് ഹരിഗോവിന്ദ എന്ന നാമം ഉൾക്കൊള്ളുന്നത്. പാവലിപ്പുഴ കടന്ന്
കുളിച്ച് ഈറനായി ഓടിയെത്തുന്ന ഭക്തജനങ്ങൾ ഇടവബലി കഴിഞ്ഞാൽ അതിനെ ഹരിഗോവിന്ദ എന്ന നാമജപത്തോടു കൂടിയിട്ട് ഇവിടെ ദർശനം നടത്തണം. ഭഗവാനെ തൊഴുത് തീർത്ഥവും ചന്ദനവും വാങ്ങിച്ച് അതിന് പാർവതി ദേവിയും വെച്ച് പ്രദർശനം അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയായ ഐതിഹ്യം കുടികൊള്ളുന്നു. ഈ ഓടപ്പൂ ആവുന്നുണ്ടല്ലോ കൊട്ടിയൂർ വരുന്ന ആൾക്കാർ, അതിൻ്റെ ഐതിഹ്യം എന്താണ്? ഓടപ്പൂവിന് അതിന് ഐതിഹ്യം അത് മുനീശ്വരൻ്റെ താടിയിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് മാത്രമായാലും അതിന് ദേവസ്വമായിട്ട് ഇതൊന്നുമില്ല. പക്ഷേ കൊട്ടിയൂരിൽ വരുന്ന എല്ലാ ഭക്തന്മാരും ഓരോ വീട്ടിൽ ഒരു ഓടപ്പൂ നിർബന്ധമായിട്ടും കൊണ്ടുപോകും. അതാണ് അതിൻ്റെ ഐതിഹ്യം. പിന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഒരു പേര് ചേരുന്ന കണ്ടിട്ട് മറ്റവരും അത് ചെയ്യുന്നുണ്ട്. ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. പുഴയിൽ നിന്ന് കുളിച്ച് ഈറനായി പുഴയിൽ നിന്ന് കുളിച്ച് അത് കല്ലൊരച്ച് തൊട്ടിട്ടാണ് സാധാരണ മുൻപ് കാലത്ത് ഇവിടെ വരാറുള്ളത്. ഇപ്പോൾ ആ കുളിച്ച് ഈറനായിട്ട് വരുന്ന സമയത്ത് അമ്മാർക്കലും തിരുവഞ്ചിറയും ഒക്കെ തന്നെ ആ കല്ലുകൾ അട്ടി വെക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ അതെല്ലാം ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ അമ്മാർക്കലിലെ കല്ലൊന്നും ഒരു കാലത്തും അത് കല്ല് ഇളക്കിയിട്ട് അട്ടി വെക്കാൻ പാടുകയല്ല. അത് ഭക്തന്മാർക്ക് വരുന്ന കൂട്ടർക്ക് അറിയാതെ കൊണ്ടാണ്. അത് അറിയുന്ന കൂട്ടർക്ക് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്. കല്ലട്ടി വെക്കുന്നത് ദേവസ്വവും ബ്രാഹ്മണന്മാരും കൃത്യമായിട്ട് പറയുന്നത്. എന്നാൽ നന്ദി, നമസ്കാരം. ഈ 2 ഗജവീരന്മാർ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്നത് കൊട്ടിയൂർ പെരുമാളിൻ്റെ ശ്രീവേലിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ പുറത്ത് പെരുമാളിൻ്റെ ശ്രീവേലി കാണാൻ സാധിക്കില്ല. പ്രധാന ആരാധനയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇതുപോലെ ശ്രീവേലി കാണാൻ സാധിക്കുകയുള്ളൂ. അതും ഉച്ചയ്ക്കും രാത്രിയുണ്ട്. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിക്കും 3 മണിക്കും ഇടയിലായിട്ടാണ് ശ്രീവേലി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൊട്ടിയൂർ പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണണമെങ്കിൽ ആരാധനയുള്ള ദിവസം മാത്രം നോക്കിയിട്ട് പോവുക.
പിന്നെ ഇവിടെ ഫുള്ള് ഇതുപോലത്തെ കുറേ ഷോപ്പുകളാണ് കേട്ടോ. കുറേ ഷോപ്പുകളുണ്ട്. കൂടുതലായിട്ടും ഈ ഓടപ്പൂ വാങ്ങുന്ന ഷോപ്പുകളാണ്. പിന്നെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന ഇതുപോലത്തെ കുറേ ഷോപ്പുകളുണ്ട്. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് കുട്ടികൾക്ക് പറ്റിയ കുറേ ഗിഫ്റ്റുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ്. ഇതാണ് കേട്ടോ ഓടപ്പൂവ്. പല റേറ്റിൻ്റെ ഓടപ്പൂവുണ്ട്. ഇതൊക്കെ എന്താ റേറ്റ്? 120. ഏറ്റവും ചെറുതിന് എന്താ റേറ്റ്? ഇത് 80. ഇതാ 80. ഇത് 80. ഇത് 120. ഇത് എത്ര? 150 അല്ലേ? എത്ര? 120. ഇതാണ് കേട്ടോ ഓടപ്പൂവ്. ഇങ്ങനെയാണ് ഓടപ്പൂവ് നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറുന്നത്. ഇതൊരു മുള്ളിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചീകിയിട്ടാണ് ഇത് പിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഷോപ്പുകൾ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാൻ സാധിക്കും ഓടപ്പൂവിൻ്റെ. റോഡിൻ്റെ 2 സൈഡിലായിട്ട് മുഴുവനും പല തരത്തിലുള്ള കച്ചവടക്കാരായിരുന്നു. പിന്നെ അവിടെ അവില്, പൊരി, മലര് അതുപോലത്തെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ഇതൊക്കെ അമ്പലത്തിൻ്റെ തൊട്ട ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിതാ അക്കരക്കൊട്ടിയൂർ തൊഴിലിട്ട് ഇക്കരക്കൊട്ടിയൂർ തൊഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെയും. ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്ത് അക്കരക്കൊട്ടിയൂരാണ് പ്രധാനം. ഇക്കരക്കൊട്ടിയൂർ നട അടച്ചാണ് ഇരിക്കുക. അതുപോലെ തന്നെ ഇക്കരക്കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു അന്നദാനം കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അന്നദാനം കഴിക്കണമെങ്കിൽ അവിടുന്ന് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ തിരിച്ചു പോവാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തലശ്ശേരിക്ക്. സീറ്റിലേത് ബസ് കിട്ടണം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ കൊട്ടിയൂർ വരാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം അതുപോലത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ അധികം തിരക്കൊന്നും കണ്ടില്ല, എന്താണെന്ന് അറിയില്ല. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം മറ്റൊരു അടിപൊളി കിടിലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.